اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. 20ാമത്തെ ഹിക്മത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. വളരെ വിശാലമായ അർത്ഥതലങ്ങളുള്ള ഒരു ഹിക്മത്താണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. സത്യത്തിൽ ഇതൊക്കെ മനസ്സിലാക്കുന്നതും എന്താണെന്ന് ബോധ്യപ്പെടുന്നതും ആരിഫീങ്ങൾക്ക് മാത്രമാണ്. നമ്മൾ സാധാരണ നമ്മൾ പറയലുണ്ട്, വായ നനക്കുമ്പോൾ എഴുത്തുള്ളതിനും ചെറിയ നനവുണ്ടാവുന്നു എന്നതുപോലെ മഹാന്മാര് പറയുന്ന ഈ വിഷയം നമ്മൾ വിശദീകരിക്കുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു നൂറാനിയത്ത് നമ്മുടെ കൽബിലേക്ക് പതിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ആഖിറം രക്ഷപ്പെടും. അതിന് വേണ്ടിയിട്ട് നമ്മളിത് പറയണത്. അല്ലാഹു തആല കബൂലാക്കട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയാണ്, മാ അറാദത്ത് ഹിമ്മത്തു സാലിക്കിൻ അൻ തഖിഫ ഇൻദമാ കുശിഫ ലഹ ഇല്ലാ വനാദതുഹു ഹവാതിഫുൽ ഹഖീഖത്തി അല്ലദീ തത്ലുബു അമാമക. ഇതിന്റെ പകുതിയെ നമ്മൾ ഇന്ന് എടുക്കണുള്ളൂ. കാരണം കുറച്ച് വിശാലമായി പറയേണ്ട ഒരു കാര്യമാണ്. മാ അറാദത്ത് ഹിമ്മത്തു സാലിക്കിൻ, ഒരു സാലിക്കിന്റെ ഇച്ഛാശക്തി ഉദ്ദേശിച്ചിട്ടില്ല. മാ അറാദത്ത് ഹിമ്മത്തു സാലിക്കിൻ, ഒരു സാലിക്കിന്റെ ഇച്ഛാശക്തി ഉദ്ദേശിച്ചിട്ടില്ല. അൻ തഖിഫ, നിൽക്കുവാൻ. ഇൻദമാ കുശിഫ ലഹ, അതിന് വെളിപ്പെട്ട ഒരു രഹസ്യത്തിന്റെ അടുക്കൽ. എന്താണ് ഈ പറയണ അറിയോ? അള്ളാഹുവിലേക്ക് എത്താൻ ഉദ്ദേശിക്കുന്ന ഒരാള്, അദ്ദേഹത്തിന്റെ ആദ്യത്തെ പടിയുടെ പേരാണ് സാലിക്. സാലിക് എന്നാണ് വ്യക്തിക്ക് പറയാം. അള്ളാഹുവിന്റെ വഴിയിലേക്ക് പ്രവേശിക്കുന്ന ആള് 3 തലങ്ങളിലേക്കാണ് എത്തുക. 1 സാലിക്, 2 വാസിത്ത്, 3 വാസില്. സാലിക് എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ വഴിയിലേക്ക് കാലെടുത്ത് വെച്ച വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിക്കാണ് സാലിക് എന്ന് പറയാം. അതിന്റെ കുറച്ചും കൂടി അതിന്റെ ഉന്നതമായ തലങ്ങളിലേക്ക് എത്തിയ ആൾക്കാണ് വാസിത്ത് എന്ന് പറയാം. ഒന്നും കൂടി മുന്നോട്ട് പോയിട്ട് അതിന്റെ ഗായത്തിലേക്ക് എത്തിയ ആൾക്കാണ് എന്ത് പറയാ, വാസിലി എന്ന് പറയാം. അപ്പോ മഹാന്മാരെ വഴിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഓരോ ക്ലാസ്സും ജയിച്ച് ഇങ്ങനെ പോവുക ചെയ്യാം. തുടക്കക്കാരനക്ക് സാലിക്ക് എന്നാ പറയാം, കുറച്ചും കൂടി അങ്ങ് എത്തിയ ആളുകൾക്ക് വാസിത്ത് എന്ന് പറയാം, പൂർണ്ണമായ തലത്തിലേക്ക് എത്തുമ്പോൾ അതിനക്ക് വാസിലി എന്നാ പറയാം. അപ്പോ അള്ളാഹുവിലേക്ക് വസൂലാകാൻ ഉദ്ദേശിക്കുന്ന ഒരു സാലിക്ക്, ആ സാലിക്കിന്റെ ഇച്ഛാശക്തി, ആ ഇച്ഛാശക്തി ഉദ്ദേശിച്ചിട്ടില്ല എന്ത്, അൻ തഖിഫ, നിൽക്കുവാൻ. ഇൻദമാ കുശിഫ ലഹ, അവനിക്ക് വെളിപ്പെട്ട ഒരു രഹസ്യത്തിന്റെ അടുക്കൽ. മനസ്സിലാങ്ങൾ ശ്രദ്ധിക്കട്ടോ. ഒരു മനുഷ്യന് അള്ളാഹുവിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫർളായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, സുന്നത്തായ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവന്റെ മശായിഖന്മാര് നൽകിയ ഇജാസത്ത് പ്രകാരം അവൻ അദ്കാറുകൾ ചെല്ലുന്നുണ്ട്. അങ്ങനെ അവനിങ്ങനെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ, മോനെ നീ പോകുന്ന വഴി ഹക്കാണ്, അതൊരു യാഥാർത്ഥ്യത്തിന്റെ വഴിയാണ് എന്ന് അവനക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല അവന്റെ ഹൃദയത്തിലേക്ക് എന്ത് ചെയ്യും, ചില കാര്യങ്ങൾ, തജല്ലിയാത്തുകൾ ഇങ്ങനെ ഇട്ടുകൊടുക്കും. ചില അത്ഭുതകരമായ സ്വപ്നങ്ങള്, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ദുആ ചെയ്ത അപ്പ ഇന്ന് അല്ലാഹു തആല ഉത്തരം കൊടുക്കുക, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങോട്ട് ശരിയാകുക, അല്ലെങ്കിൽ ചിലതിന്റെ യാഥാർത്ഥ്യം അവനക്ക് ഇങ്ങനെ വ്യക്തമാകുക. അങ്ങനൊക്കെ ചില കാര്യങ്ങൾ അല്ലാഹു തആല ഓന്റെ ഹൃദയത്തിലേക്ക് നൂറാനിയത്തായിട്ട് ഇട്ടുകൊടുക്കും. അപ്പൊ ആ സാലിക്കായ വ്യക്തി ഉണ്ടല്ലോ, ആ സാലിക്കായ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് അവനോട് വിളിച്ചു പറയും, മോനെ നീ അവിടെ തന്നെ നിൽക്കണ്ട, നീ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നീ എത്തിയിട്ടില്ല.
അത് നിന്റെയും എത്രയോ മുമ്പിലാണ്, എത്രയോ അങ്ങോട്ട് പോകാനുണ്ട്. അതുകൊണ്ട് ഇനിയും നീ ഒരുപാട് സഞ്ചരിക്കണമെന്ന് അവന്റെ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യും? ഒരു ഉൾവിളിയാളം വരും, ഒരശരീരി വരും. അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കട്ടെ ഒന്നുകൂടി. മാ അറാദത്ത് ഹിമ്മത്തു സാലിക്കിൻ, ഒരു സാലിക്കിന്റെ ഇച്ഛാശക്തി ഉദ്ദേശിച്ചിട്ടില്ല അൻ തഖിഫ നിൽക്കുവാൻ, ഇന്ദമാ കുശിഫ ലഹ, അവന് വെളിപ്പെട്ട ഒരു രഹസ്യത്തിന്റെ അടുക്കൽ. അപ്പൊ അള്ളാഹു താല ചില രഹസ്യങ്ങൾ അവനക്ക് എന്ത് ചെയ്യും? അവനക്ക് വെളിപ്പെടുത്തി കൊടുക്കും. അപ്പൊ എങ്ങനെ വരും എന്നറിയോ? ഇല്ലാവൻ ആദത്തുഹു, അവനെ വിളിച്ചിട്ടല്ലാതെ, ഹവാത്തിഫുൽ ഹഖീഖത്തി, യാഥാർത്ഥ്യത്തിന്റെ അശരീരികൾ, ഒരു യാഥാർത്ഥ്യത്തിന്റെ ഉൾവിളിയാളം അവരിലേക്ക് ഇങ്ങനെ വരും. എന്താണ് ഉൾവിളിയാളം ഉണ്ടാകുക? അല്ലദീ തതുലുബു അമാമക, നീ തേടുന്ന, നീ ഉദ്ദേശിക്കുന്നത് നിന്റെ മുമ്പിലാട്ടോ, ഇവിടെ നിൽക്കണ്ട, ഇനിയും ഒരുപാട് സഞ്ചരിക്കണട്ടോ എന്നൊരു അശരീരി അവനിലേക്ക് ഇങ്ങനെ വരും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഉൾവിളി അല്ലെങ്കിൽ അശരീരി എന്ന് പറയുന്നത് രണ്ട് തലണ്ട്. ഒന്ന്, ഓന്റെ ഹൃദയത്തിൽ തന്നെ അള്ളാഹു താല തോന്നിപ്പിക്കും, എവിടെ എത്തിയിട്ടില്ലട്ടോ, ഇനിയും കുറച്ചുകൂടി പോകാനുണ്ട് ട്ടോ എന്ന് അള്ളാഹു താല ഓനോട് ഇങ്ങനെ പറഞ്ഞു തരും. എന്നാൽ വേറൊരു അശരീരി ഉണ്ട്, അത് ശരിക്ക് ശബ്ദം മാത്രം കേൾക്കും, ആളെ കാണൂല. ഇതിന്റെ ശറഹിൽ തന്നെ പറയുന്നുണ്ട്, ശബ്ദം മാത്രം കേൾക്കും, ആളെ കാണും. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, പഴയ കാലത്ത് പരിശുദ്ധ കഅബാലയം തുറന്നു കൊടുത്ത ഒരേ ഒരു പണ്ഡിതനാണ് ആര്? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, എനിക്ക് കഅബാലയം എന്ന് തുറന്നു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ച ഒരു തൂണുണ്ട്, ആ തൂണിന്റെ ഭാഗത്ത് എനിക്കൊന്ന് നിസ്കരിക്കണം എന്ന്. കാരണം അന്ന് അബൂ ഹനീഫയേക്കാൾ തുല്യനായിട്ട് ഒരു പണ്ഡിതന് ലോകത്തില്ല. അത്രയും വലിയ മഹാനാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി കഅബ ഷരീഫ് തുറന്നു കൊടുത്തു. അങ്ങനെ കഅബ ഷരീഫിന്റെ ഉള്ളിലേക്ക് അദ്ദേഹം കടന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ച ഭാഗത്ത് അദ്ദേഹം നിന്നു. എങ്ങനെ? വലത്തെ കാല് പൊന്തിച്ചിട്ട് ഇടത്തെ കാലുമ നിന്നു. നിസ്കരിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ പരിശുദ്ധ ഖുർആന്റെ പകുതി ഓതി. എന്നിട്ട് അദ്ദേഹം ഒന്നാമത്തെ റക്അത്ത് പൂർത്തിയാക്കി. രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വലത്തെ കാലും നിന്ന് ഇടത്തെ കാല് പൊന്തിച്ചിട്ട് പകുതി മുതൽ സൂറത്തുൽ നാസ് വരെ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഓതി. എന്തിനാണ്? അള്ളാന്റെ റസൂല് നിന്ന സ്ഥലത്താണ് നിസ്കരിക്കണത്. അത് സാധാ നിസ്കാരം ആയാ പോരാ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു നിസ്കാരാകണം. അതുകൊണ്ട് തന്റെ ആ കഷ്ടപ്പാട് അള്ളാഹുവിന് എന്ത് ചെയ്തതാണ്? ബോധിപ്പിച്ചതാണ് ആര്? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. എന്നിട്ട് കഅബാലയത്തിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മതാഫിൽ നിന്നിട്ട് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, നീ അബൂ ഹനീഫന്റെ നിസ്കാരം സ്വീകരിക്കണേ, അബൂ ഹനീഫയെ സ്വീകരിക്കണേ. താരീഖ് ബഗ്ദാദ് എന്ന് പറയുന്ന കിതാബിൽ കാണാം, ആ സമയത്ത് ഒരു അശരീരി മുഴങ്ങിയെന്ന, തഖബ്ബൽതു യാ അബാ ഹനീഫ, അബൂ ഹനീഫ ഞാൻ നിന്നെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഒരു വിളിയാളം വന്നു എന്നാ താരീഖ് ബഗ്ദാദ് നോക്കിയാൽ കാണാൻ കഴിയും. മറ്റൊരുപാട് കിതാബുകളിലും ഈ സംഭവം പറയുന്നുണ്ട്. അപ്പൊ അശരീരി എന്ന് പറയുന്നത് ഒരു പക്ഷേ ആളെ കാണൂല, ശബ്ദം മാത്രം അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് കേൾക്കും. വേറൊരു അശരീരി തന്നെ മലയാളത്തിൽ ഉൾവിളി എന്നാ പറയാം. അവന്റെ ഹൃദയത്തിൽ തന്നെ അവനക്കൊരു ഉൾവിളി വരും, നീ എവിടേക്കും എത്തിയിട്ടില്ലട്ടോ, നീ ഇനിയും ഒരുപാട് സഞ്ചരിക്കാനുണ്ട് എന്ന്. അപ്പൊ ഒരു യഥാർത്ഥ സാലിക്ക് അള്ളാഹു താല ഒരു രഹസ്യം അവനക്ക് തുറന്നു കൊടുത്താൽ ഓൻ അവിടെ നിൽക്കൂല, ഓൻ അവിടെ എന്ത് ചെയ്യൂല? നിൽക്കൂല. ഓന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു വിളി ഉണ്ടാകും, മോനെ നീ എങ്ങോട്ട് എത്തിയിട്ടില്ലട്ടോ, ഇനിയും നിനക്ക് ഒരുപാട് പോകാണ്ട്. കാരണം അള്ളാഹുവിന്റെ തജല്ലിയാത്ത്, രഹസ്യമാകുന്ന തജല്ലിയാത്തുകൾ 4 വിധമുണ്ട്, 4 തജല്ലിയാത്തുകളുണ്ട്. തുടക്കക്കാരനാകുന്ന വ്യക്തിക്ക് അള്ളാഹു താല കൊടുക്കുന്നത് തജല്ലിൽ ആസാറാണ്. ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളുണ്ടല്ലോ, അതിൽ അള്ളാഹുവിനെ പ്രകടമാകുന്ന ഒരവസ്ഥ അവനക്ക് അള്ളാഹു താല കൊടുക്കും. മനസ്സിലാവും? കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തജല്ലിൽ അഫ്ആൽ, ഈ ലോകത്ത് നടക്കുന്ന സർഗപ്രവൃത്തികളുണ്ടല്ലോ, അതിലൊക്കെ അള്ളാഹുവിന്റെ തജല്ലിയാത്ത് അവനക്ക് വെളിവാകും. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തജല്ലി സിഫാത്ത്, അള്ളാഹുവിന്റെ ഒരുപാട് സിഫത്തുകളുണ്ട്, ഒരുപാട് സിഫത്തുകൾ. അള്ളാഹു താല മുരീദാണ്, ഖാദിറാണ്, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ തജല്ലിയാത്തുകൾ അള്ളാഹു താലോന്റെ ഹൃദയത്തിക്ക് കൊടുക്കും. അതിനേക്കാണ് തജല്ലി സിഫാത്ത് എന്ന് പറയാം. ഒന്നും കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് തജല്ലി ദാത്ത്, അള്ളാഹുവിന്റെ സത്തയുടെ തജല്ലി അള്ളാഹു താല അവർക്ക് കൊടുക്കും. അപ്പൊ അവന് സാലിക്കായ ഒരു വ്യക്തി ചിലപ്പോ അവിടെ നിൽക്കുമ്പോൾ ഓൻ വിചാരിക്കും എന്ത്, ഇതേക്കാരം വലിയ മക്കാമ് എന്ന് വിചാരിക്കും. അതല്ല വലിയ മക്കാം. ബഹുമാനപ്പെട്ട
അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സ്വർഗത്തിന്റെ 8 കവാടങ്ങളും അബൂ യസീദ് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് എന്നെ മാടി വിളിച്ചാൽ പോലും ഞാൻ അങ്ങോട്ട് പോകൂല. കാരണം അള്ളാഹുവിന്റെ ഹഖീഖത്ത് ഒരു മനുഷ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് അവൻ എന്ത് ചെയ്യൂല, തിരിയൂല. അത്രയും ഉന്നതമാണ് അള്ളാഹുവിന്റെ ഹഖീഖത്ത്, യാഥാർത്ഥ്യം. ആ ഹഖീഖത്ത് അതിന്റെ ആ തലത്തിലേക്ക് എത്തുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ നമുക്ക് ചിലപ്പോ ഇനിയിപ്പോ ഇതൊന്നും വേണ്ട, ഒരാളെ ബൈഅത്ത് ഒന്നും വേണ്ട, 5 വഖ്ത് നിസ്കാരം നിസ്കരിച്ച് സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ എടുത്ത് പരിശുദ്ധ ഖുർആൻ ഓതി കുറെ സ്വലാത്ത് ചൊല്ലി മാതാപിതാക്കളൊക്കെ അനുസരിച്ച് നല്ല രൂപത്തിൽ നടന്നാൽ തന്നെ ചിലപ്പോൾ അള്ളാഹു തആല എന്ത് ചെയ്യും, ഓന്റെ മനസ്സിലേക്ക് ചില യാഥാർത്ഥ്യങ്ങൾ ഇട്ടു കൊടുക്കും. അപ്പൊ ആ മനുഷ്യൻ മനസ്സിലാക്കരുത് ഇതാണ് എന്ത് മഅരിഫത്ത് പറഞ്ഞ സംഭവം ഇതാ അല്ലേ എന്ന് മനസ്സിലാക്കരുത്. മഅരിഫത്തൊക്കെ അതിന്റെ എത്രയോ തലങ്ങളിലേക്ക് അങ്ങോട്ട് വായത്തിലേക്ക് എത്തണം. ബഹുമാനപ്പെട്ട അബൂ യസീദ് ബിസ്താമി തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടില്ല, അള്ളാഹുവിന്റെ മഅരിഫത്തിലേക്ക് പൂർണ്ണമായിട്ട് വാസിലായിട്ടില്ല. നമ്മളെ പള്ളിക്കൊരു കിതാബുണ്ട്, എന്താ ഹദായിഖുൽ ഹഖായിഖോ, അതിന് പേരുണ്ട് ഓർമ്മട്ടില്ല, ഹദീഖത്തുൽ ഹഖായിഖോ. ആ കിതാബില് ബഹുമാനപ്പെട്ട ദുന്നൂൻ മിസ്രി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ സന്ദർഭം പറയുന്നു. വഫാത്തിന്റെ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് ആവശ്യം? മഹാൻ പറയുന്നുണ്ട്, ഈ സമയത്തെങ്കിലും എനിക്ക് അള്ളാഹുവിന്റെ മാധുര്യം എന്ന് അറിയിച്ചു തന്നിരുന്നെങ്കിൽ. അതിനൊക്കെ വലിയ തലങ്ങളിലേക്ക് എത്തിയ ആളാണ്. അതൊന്നും അല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇതൊന്നും അല്ല, ഇതിന്റെയും എത്രയോ അപ്പുറത്തേക്ക് എന്ത് ചെയ്യാനുണ്ട്, ഒരു മനുഷ്യനിക്ക് എത്താനുണ്ട്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം പറയുന്നുണ്ട്, അൽ ഖൽബു സ്വാദിഖു, ഒരു യഥാർത്ഥ ഹൃദയത്തിന്റെ ഉടമ എന്ന് പറഞ്ഞാല് ഒരു സാലിക്കായ ഒരു മനുഷ്യൻ, യുസാഫിറു, അവൻ യാത്ര ചെയ്യും, മിനൽ ഖൽഖി ഇലൽ ഹഖ്, സൃഷ്ടികളെയൊക്കെ വിട്ടിട്ട് അവൻ എങ്ങോട്ട് പോകും, അള്ളാഹുവിലേക്കാണ് അവന് യാത്ര ചെയ്യുക. യറാഫി തുരീഖിഹി, വഴിമധ്യ അവന് കാണും, അൽ അഷിയ, ഒരുപാട് സംഭവങ്ങൾ കാണും. അവന്റെ കണ്ണിന് ആനന്ദം നൽകുന്ന ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കാണിച്ചു തരും. മഹാന്മാരുടെ സംഭവങ്ങള്, ഒരുപാട് രഹസ്യങ്ങള്, പലതിന്റെയും ഹഖായിഖുകളൊക്കെ അല്ലാഹു തആല അവനെ മനസ്സിലേക്ക് ഇങ്ങനെ ഇട്ടു കൊടുക്കും. പക്ഷേ അവൻ എന്ത് ചെയ്യണം, യുസല്ലിമു വയജൂസ്, അതിനോടൊക്കെ യാത്ര പറഞ്ഞ് അവിടുന്നൊക്കെ വിട്ടുകിടക്കണം. കാരണം എന്താ, ഓന്റെ ലക്ഷ്യം ഇവിടെയല്ല, ഓന്റെ ലക്ഷ്യം ആരാണ്, അള്ളാഹുവാണ്. ഓന്റെ ലക്ഷ്യം ആരാണ്, അള്ളാഹുവാണ്. മനസ്സിലാവുണ്ടോ? കാരണം ഇപ്പത്തെ കാലം എന്ന് പറഞ്ഞാല് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലാണ്. നമ്മൾ എന്തൊക്കെ ദിക്റ് ചെല്ലുമ്പോ എന്തെങ്കിലുമൊക്കെ ചില ഒളിവുകൾ അല്ലാഹു തആല നമുക്ക് കാണിച്ചു തരും. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ഇബ്രാഹിം അൽ ജിയലി റളിയല്ലാഹു അൻഹു അൽ മനാദിറുൽ ഇലാഹിയ എന്ന് പറയുന്ന ഒരു കിതാബിൽ പറയുന്നുണ്ട്, ഒരാള് അള്ളാഹുവിലേക്ക് വസൂലാകുന്ന സമയത്ത് അവനക്ക് വലിയ മുസീബത്തുകൾ വരും. എന്താ മുസീബത്ത്? ആദ്യത്തെ മുസീബത്ത് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ആ യാഥാർത്ഥ്യം കാണുമ്പോൾ ഓൻ വിചാരിക്കും ഇതാണ് എന്ത്, അള്ളാന്റെ മഅരിഫത്ത്. എന്നിട്ട് ഓൻ അത് എന്ത് ചെയ്യും, അതിൽ കടന്നിട്ട് ഞാൻ ഇപ്പൊ വലിയ ആളായിട്ടുണ്ട്, ഞാൻ ഇപ്പൊ വലിയ മക്കാമിലൊക്കെ എത്തിയിട്ടുണ്ട്, ഇനി എവിടേക്കും എത്താല്ല, ഞാൻ അതിന്റെ അങ്ങേ അറ്റത്തേക്ക് എത്തിക്കണ് എന്നൊക്കെ എനിക്ക് തോന്നും. കിബറിന്റെ ഒരു ചിഹ്നം മോനിലേക്ക് വെളിപ്പെടും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊന്നുമല്ല, അതിന്റെയൊക്കെ എത്രയോ അറ്റത്താണ് അള്ളാഹുവിന്റെ മഅരിഫത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നുണ്ട്, യാ അബ്ദി, എന്റെ അടിമേ, ഇദാ അറത്ത, നീ ഉദ്ദേശിച്ചാൽ, അൻ തദ്ഖുല ഹറമി, നീ എന്റെ പരിധിയിലേക്ക് വരാനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഫലാ തൽതഫിതി ഇലൽ മുൽക്കി വൽ മലകൂതി വൽ ജബറൂത്ത്, ഈ ലോകത്തേക്കും നീ ശ്രദ്ധിക്കാൻ പാടില്ല, മലക്കൂത്തിയായ ലോകത്തേക്കും നീ ശ്രദ്ധിക്കാൻ പാടില്ല, അർവാഹുകളുടെ ലോകമുണ്ട് ജബറൂത്ത്, അവിടേക്കും നീ എന്ത് ചെയ്യാൻ പാടില്ല, ശ്രദ്ധിക്കാൻ പാടില്ല. മൻ റളിയ ബി അഹദി മിൻഹ, ഈ 3 ലോകം പറഞ്ഞില്ല അപ്പൊ നമ്മൾ 3 ലോകം, ഈ 3 ലോകത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്നുകൊണ്ട് ഒരാൾ തൃപ്തിപ്പെട്ടാൽ, ഫഹുവ മത്റൂദുൻ ഇൻദി, ഓൻ എന്റെ അടുക്കൽ ആട്ടിയോടിക്കപ്പെട്ടവനാണ്. എന്നെ ഉദ്ദേശിച്ചാൽ എന്നെ മാത്രം, അതിന്റെ ഇടയിൽ അവൻ ഒന്നും കാണാൻ പാടില്ല, അതിന്റെ ഇടയിൽ അവൻ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, കാണാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മിഅ്റാജിന്റെ രാത്രിയിൽ അള്ളാഹുവിന്റെ പ്രവാചകരെ ജിബ്രീൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അള്ളാഹു തആല എന്തേ കാട്ടിയത്, മലായികത്തിനോടൊക്കെ ഒരുങ്ങി നിൽക്കാൻ വേണ്ടി പറഞ്ഞു, സ്വർഗത്തിനോട് അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ വേണ്ടി പറഞ്ഞു, ഹൂറിലീങ്ങളോട് അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. ലോകത്ത് അള്ളാഹു തആല ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങളുണ്ടല്ലോ, അത്ഭുതങ്ങള്, കണ്ണഞ്ചിപ്പിക്കുന്ന അത്ഭുതങ്ങൾ, അത് മുഴുവൻ അള്ളാന്റെ റസൂലിന് അള്ളാഹു തആല കാണിച്ചു കൊടുത്തു. പക്ഷെ റസൂലുള്ളാഹിയിലേക്കൊന്നും എന്ത് ചെയ്തില്ല, അതിലേക്കൊന്നും അള്ളാന്റെ റസൂല് ആ ഭാഗത്തേക്കേ തിരിഞ്ഞില്ല. ആ ഭാഗത്തേക്കേ തിരിഞ്ഞില്ല. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ ഹളറത്തുൽ ഖുദ്സിൽ എത്തിയപ്പോ
ലാ തഖ്ലഇന ഇലൈക യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങൾ നിങ്ങളെ ചെരുപ്പൂരാൻ പാടില്ല. ലസ്തുക മൂസ, നിങ്ങൾ മൂസാ നബിയെ പോലെയല്ല. വ അൻത ഹബീബി, നിങ്ങൾ എന്റെ ഹബീബാണ് എന്ന് പറഞ്ഞ് അള്ളാഹു താല സ്വീകരിച്ചത് എന്തിന്റെ പേരില്ല? ആ യാത്രയിൽ എന്തൊക്കെ റസൂലുള്ളാഹിക്ക് അള്ളാഹു താല ഒക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, എല്ലാ അത്ഭുതങ്ങളും. നമ്മളൊക്കെ ഒരത്ഭുതം കണ്ട അവിടെ നിന്നുപോകും. പക്ഷെ റസൂലുള്ളാഹിനെ ഹൃദയത്തിന് സ്വാധീനിച്ചതേ ഇല്ല. ആ ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്. ഒരു സാലിക്കായ മനുഷ്യൻ അള്ളാഹുവിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് രഹസ്യങ്ങൾ അള്ളാഹു തആല ഇങ്ങനെ ഇട്ടുകൊടുക്കും. എന്തിനാ ഇട്ടുകൊടുക്കണത്? നീ പോകുന്ന വഴി ഹക്ക് തന്നെയാണ്, ശരി തന്നെയാണ് എന്ന്, വഴി തെറ്റായിരിക്കാൻ വേണ്ടി ഇട്ടുകൊടുക്കണം. അപ്പൊ അവൻ മനസ്സിലാക്കണം എന്ത്? ഞാൻ തുടക്കക്കാരനാണ്, ഞാൻ എവിടേക്കും എത്തിയിട്ടൊന്നുമല്ല, ഇതൊന്നും അല്ലുള്ളത്, ഇതിനേക്കാൾ വലുത് ഇനി കണ്ടുമുട്ടാണ്ടെന്നോ മനസ്സിലാക്കണം. ഒന്നും കൂടി പറയാണ്, മാ അറാദത്ത് ഹിമ്മത്തു സാലിക്കിൻ, ഒരു സാലിക്കിന്റെ ഹിമ്മത്ത്, ഇച്ഛാശക്തി ഉദ്ദേശിച്ചിട്ടില്ല അൻതഖിഫ, നിൽക്കുവാൻ, ഇന്ദമാ കുശിഫ ലഹ, അതിനിക്ക് വെളിപ്പെട്ട ഒരു രഹസ്യത്തിന്റെ അടുക്കൽ. എങ്ങനെയല്ലാതെ? ഇല്ലാ വനാദതുഹു, അവന് വിളിച്ചിട്ടല്ലാതെ, ഹവാതിഫുൽ ഹഖീഖത്തി, യാഥാർത്ഥ്യത്തിന്റെ അശരീരികൾ, അല്ലദീ തത്ലുബു അമാമക, സഹോദര നീ തേടുന്നത് നിന്റെ മുമ്പിലാണ് ട്ടോ എന്നവനോട് വിളിച്ചിട്ടല്ലാതെയല്ല. മനസ്സിലാവുണ്ടോ? അപ്പോ സാലിക്കായ ഒരു വ്യക്തി അള്ളാഹുവിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ കാണും. അതിന് നമ്മൾ നന്നാകണം. ഇപ്പൊ നമ്മൾ ഇവിടെ ഉള്ള ആൾക്കാരൊന്ന് ആലോചിച്ചാൽ മതി. നമ്മളിപ്പോ ഈ സാലിക്കയിക്കണം, സാലിക്കന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പൊ എന്നെ കുറിച്ച് പറയാം, സാലിക്കിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോൾ, ഓരോ വിഷയങ്ങൾ, വ്യത്യസ്തമായ വിഷയങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കത് നന്നാകാനുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ബുദ്ധി, ഒരു മനുഷ്യനക്ക് അള്ളാഹു താല ഈ നാസൂത്തിയായ ലോകത്തു നിന്ന് കൊടുക്കുന്ന ഒരു ബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധിക്ക് എന്താ പറയാ? നിങ്ങൾക്ക് അഖില് മാഷി എന്നാ പറയാ. എന്താ പറയാ? അഖില് മാഷി. മനസ്സിലാണോ? ആ അഖില് മാഷിയിൽ നിന്നിട്ട് ഓൻ പിന്നെയും പിന്നെയും ഇബാദത്തുകൾ പെരുപ്പിക്കുമ്പോ അവന്റെ ബുദ്ധിക്ക് അള്ളാഹു താല ഒരു മൂർച്ച കൊടുക്കും, ഒന്നും കൂടി കൂവത്ത് കൊടുക്കും. അപ്പോ അവന്റെ ആ ബുദ്ധിയുടെ പേര് മാറും. അതിന്റെ പേരെന്താണ്? അഖില് മആദി. അഖില് മആദി. കാരണം പിന്നെ ഓന്റെ ബുദ്ധിപരമായ നീക്കങ്ങളൊന്നും ഈ ലോകവുമായിട്ട് ബന്ധം ഉണ്ടാവില്ല, മലക്കൂത്തിയായ ലോകവുമായിട്ടേക്കാണ് അവനക്ക് ബന്ധം. അതിന് അഖില് മആദി എന്ന് പറയാം. മനസ്സിലാവുണ്ടോ? അവിടെ നിന്ന് ഓൻ പിന്നെയും പിന്നെയും ഇബാദത്ത് ചെയ്യുമ്പോ ഓന്റെ ബുദ്ധിക്ക് ഒന്നും കൂടി മൂർച്ച അള്ളാഹു താല കൂട്ടി കൊടുക്കും. അപ്പൊ അതിനൊരു പേരും കൂടി അള്ളാഹു താല കൊടുക്കും, അഖില് സമാനിയൻ. അഖില് സമാനി. മനസ്സിലാവുണ്ടോ? അപ്പോഴാണ് ഓൻ എന്ത് ചെയ്യുക? ജബറൂത്തിയായ ലോകത്തുള്ള അത്ഭുതങ്ങളൊക്കെ അള്ളാഹു താല കാണിച്ചു കൊടുക്കുക. ഓന് പിന്നെയും പോരാതെ പിന്നെയും പിന്നെയും ഇബാദത്തുകൾ ചെയ്യുമ്പോ ഓന്റെ ബുദ്ധിക്ക് ഒന്നും കൂടി തമാമായ നിലക്കുള്ള ഒരു മൂർച്ച കൊടുക്കും. അതിനേക്കാണ് അഖ്ലുൽ കുല്ല്, കുല്ലിയായ നിലക്കുള്ള ബുദ്ധി എന്ന് പറയാം. അഖ്ലുൽ കുല്ല് എന്നാണ് ബഹുമാനപ്പെട്ട ഗൗസുല്ലാഹ് നമുക്ക് സിറുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞിട്ടുള്ളത്. ആ തലത്തിലേക്ക് എത്തുമ്പോഴാണ് യാഥാർത്ഥ്യത്തിന്റെ ലോകത്തേക്ക് നമ്മൾ എത്തുള്ളൂ. നമ്മളിപ്പോ സത്യത്തില് ബൗണ്ടറിക്ക് പുറത്താണ്. ബൗണ്ടറിന്റെ വരന്റെ അവിടേക്ക് നമ്മൾ കയറിയിട്ടില്ല, അവിടേക്ക് നമ്മൾ കയറണം. അപ്പൊ ഇങ്ങനത്തെ വിഷയങ്ങൾ കേൾക്കുമ്പോ ഇങ്ങനൊക്കെ സംഭവങ്ങൾ ഉണ്ട് ട്ടോ, നമുക്ക് എന്തുകൊണ്ട് ആ രൂപത്തിലേക്ക് മാറിക്കൂടാ, എന്തുകൊണ്ട് നമുക്ക് നന്നായിക്കൂടാന്നൊരു തോന്നൽ വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യണത്, സംഘടിപ്പിക്കുന്നത്. അല്ലാഹു തആല ഇതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന യഥാർത്ഥ മുഖ്ലിസീങ്ങളിലും മുത്തഖീങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.